ഫ്രണ്ട്സ്, നമ്മുടെ ഫാക്റ്റിൻ്റെ ഒരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ദ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് ട്രാവൻകൂർ ലിമിറ്റഡ്. ഇത് നമ്മുടെ കൊച്ചിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ കേരളത്തിൽ താമസിക്കുന്നവർക്ക് മാത്രമേ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഓൺലൈനായിട്ടും അപ്ലൈ ചെയ്യണം, അതുപോലെ നമ്മൾ ഓഫ്ലൈനായിട്ടും അപ്ലൈ ചെയ്യണം. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. അപ്പോൾ ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ, നിങ്ങൾക്ക് കൂടെ കാണാൻ പറ്റും. നോട്ടിഫിക്കേഷൻ നമ്പർ കൂടെ കാണാം. ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്ന 5/3/2024. അപ്പോൾ ഇതിലേക്ക് വിളിച്ചിരിക്കുന്ന പോസ്റ്റ് ഇവിടെ കാണാം. ഹെൽപ്പർ എന്ന് പറയുന്ന തസ്തിയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. 7ാം ക്ലാസ് ആണ് ഇതിലേക്ക് മിനിമം യോഗ്യതയായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 7ാം ക്ലാസ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഫിസിക് എന്താണ് ഗുഡ് ആയിരിക്കണം, അതായത് നമുക്ക് ഹെൽത്ത് ഇഷ്യൂസോ അല്ലെങ്കിൽ നമ്മൾ ഫിസിക്ക് എന്താണ് നമുക്ക് നല്ല സ്ട്രെങ്ത് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. വേറെ ഇഷ്യൂസ് ഒന്നും ഉണ്ടാകാൻ പാടില്ല, അംഗവൈകല്യം ഉണ്ടാകാൻ പാടില്ല. അതുപോലെ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല, മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമേ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഏജ് ലിമിറ്റ് വരുന്നത് 26 ആണ്. ഈ ഏജ് ലിമിറ്റ് കണക്കാക്കുന്നത് 1/3/2024 ആണ്. ഈ 1/3/2024 26 വയസ്സ് വരെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. OBC ആണെങ്കിൽ അവർക്ക് 29, OBC നോൺ ക്രിമിനൽ ആണെങ്കിൽ അവർക്ക് 29 വയസ്സിൽ അപ്ലൈ ചെയ്യാം. ഇനി അതോടൊപ്പം തന്നെ SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 31 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇങ്ങനെയുള്ള ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും എക്സ് സർവീസ്മെനൊക്കെ. ഇനി ഇതിലേക്ക് പ്രധാനമായിട്ടും നമുക്കറിയാം, ഈ പറയുന്ന ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ്റെ സമയത്ത് ഇപ്പോൾ വേണ്ട, നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് വേണ്ട. ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ്റെ സമയത്ത് നമ്മൾ കേരളത്തിൽ താമസിക്കുന്നവരാണെന്നുള്ളതിൻ്റെ ഡൊമസൈൽ സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യും നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ. അപ്പം നമുക്കിതിലേക്ക് സെലക്ട് ആയി നമ്മൾ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ്റെ സമയത്ത് മതി അത്. അപ്പോൾ കേരളത്തിലുള്ളവർക്ക് മാത്രമേ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഇതിൻ്റെ ജനറൽ ടേംസ് ആൻഡ് കണ്ടീഷനാണ്. ഇതൊരിക്കലും പെർമനൻറ്റ് വേക്കൻസിയോ കാര്യങ്ങളോ അല്ല, 2 വർഷത്തേക്കായിട്ടാണ് നിയമിക്കുന്നത്. അത് ആദ്യം നമുക്ക് ഇനീഷ്യലി മാക്സിമം 2 വർഷമാണ് പറയുന്നത്. അതിൽ ഓരോ സ്പെല്ലായിട്ട് ഒരു വർഷം എന്നുള്ള ലെവലിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇതിലേക്ക് പോസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ വർഷം നല്ല രീതിയിൽ നമ്മൾ പെർഫോം ചെയ്യുകയും മാനേജ്മെൻറ്റിന് ഈ പറയുന്ന നമ്മൾ ആവശ്യം വരികയും അതിൽ പോസ്റ്റ് ഒഴിവുകൾ വരുന്നുണ്ടെങ്കിൽ 1 വർഷം പാട് എന്ത് ചെയ്യും അത് എക്സ്റ്റെൻഡ് ചെയ്ത് തരും. അത് മാത്രമല്ല, ഓക്കെ, അപ്പോൾ ഇതിൻ്റെ നമുക്ക് സാലറി കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് മന്ത്ലി 22,000 രൂപയാണ് ലഭിക്കുക. അത് കൺസോളിഡേറ്റഡ് പേയ്മെൻ്റ് ആണ്. അപ്പോൾ അതിൽ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. ആദ്യത്തെ വർഷം നമുക്ക് 22,000 ആണ് ലഭിക്കുക. ഇനി നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത് 2ാമത്തെ വർഷത്തേക്ക് കടന്നു കഴിഞ്ഞാൽ നമുക്കൊരു 22,000-ൻ്റെ 3% പാടെ എന്ത് ചെയ്യും വർധനവുണ്ടാവും. പിന്നെ അത് മാത്രമല്ല മറ്റു അലവൻസ് കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ESI, അതുപോലെ ലീവ്, അതുപോലെ പ്രൊവിഡൻറ്റ് ഫണ്ട്, TA, DA അങ്ങനെയുള്ള കാര്യങ്ങൾ അലവൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നതാണ് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് SC/ST, OBC, EWS, എക്സ് സർവീസ്മാൻ ഇങ്ങനെ നിശ്ചിതമായിട്ടുള്ള റിസർവേഷൻ കാര്യങ്ങളൊക്കെ ഇതിലുണ്ടായിരിക്കും. ആ റിസർവേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ വാലിഡ് ആയിട്ടുള്ള സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് വേണ്ടിയിട്ടുള്ള രീതിയിൽ നമ്മൾ ഈ പറയുന്ന കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഒക്കെ നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. ഇപ്പോൾ OBC ആണെങ്കിൽ പ്രത്യേകമായിട്ട് ഇതിൽ പറയുന്നുണ്ട്. ഇപ്പോൾ OBC നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ എന്ത് വേണം, ഇതിലൊരു സെൽഫ് ഡിക്ലറേഷൻ്റെ ഫോമാറ്റ് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ കാണിക്കാം. OBC കാൻഡിഡേറ്റ്സിൻ്റെ ഇതാണ് ഡിക്ലറേഷൻ, സെൽഫ് ഡിക്ലറേഷൻ ഫോർമാറ്റാണ്. അപ്പോൾ ഇതിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, നിങ്ങളുടെ പേര് കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾ തന്നെ എന്ത് ചെയ്താൽ മതി, ഇത് ഫില്ല് ചെയ്താൽ മതി. സിഗ്നേച്ചർ, നിങ്ങളുടെ ഫുൾ നെയിം, പ്ലേസ്, ഡേറ്റ് നിങ്ങൾ തന്നെ ഫില്ല് ചെയ്യേണ്ട ഒരു ഫോർമാറ്റാണ്. ഇത് ഫില്ല് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ നമുക്ക് ഓഫ്ലൈനായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അത് അയച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ OBC കാൻഡിഡേറ്റ്സ് ആണ്. അപ്പോൾ ബാക്കിയുള്ള SC/ST കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ അവരുടെ കയ്യിൽ ഈ പറയുന്ന വാലിഡ് ആയിട്ടുള്ള കാസ്റ്റ് സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടായിരിക്കണം സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന്. ഇനി OBC കാൻഡിഡേറ്റ്സ് OBC നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ഈ പറയുന്ന ജോയിൻ ചെയ്യുന്നതിൻ്റെ 6 മാസം മുൻപ് എന്ത് ചെയ്യണം, അത് അവിടെ സബ്മിറ്റ് ചെയ്യുകയും വേണം. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് OBC നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് സെൽഫ് ഡിക്ലറേഷൻ വെച്ച് നമ്മളതിന് എലിജിബിൾ ആണെന്ന് തെളിയിക്കുന്നതിന് സെൽഫ് ഡിക്ലറേഷൻ നമ്മൾ എന്നാൽ ഡിക്ലെയർ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അത് ജോയിൻ ചെയ്യുന്നതിൻ്റെ 6 മന്തിൻ്റെ മുൻപ് നമ്മൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന OBC NCL സർട്ടിഫിക്കറ്റ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളതിൽ അവിടെ സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ എടുത്തു വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യണം, ഇപ്പം തന്നെ എടുത്ത് വെക്കാവുന്നതാണ്, അതിലൊന്നും കുഴപ്പമില്ല. ഓക്കെ, ഇനി നിങ്ങൾക്ക് എടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത് കേട്ടോ. ബാക്കിയുള്ള ഉദ്യോഗാർത്ഥികളൊക്കെ SC/ST ആണെങ്കിൽ അവരുടെ കയ്യിൽ സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിനൽ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം, പ്രത്യേകം ശ്രദ്ധിക്കാം. ഓക്കെ, ഇനി ഇവിടെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്ന ഫിസിക്കൽ സ്റ്റാൻഡേർഡ്, ഫിസിക്കൽ അസസ്മെൻറ്റ് ടെസ്റ്റ് കാര്യങ്ങൾ, വിഷൻ ടെസ്റ്റ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പം 165 സെൻറ്റിമീറ്റർ മിനിമം ഹൈറ്റ് വേണം. വെയിറ്റ് ആണെങ്കിൽ മിനിമം 56 കിലോഗ്രാമാണ് പറയുന്നത്. ദെൻ ചെസ്റ്റ് ആണെങ്കിൽ 5.5 സെൻറ്റിമീറ്റർ എക്സ്പാൻഷൻ വേണമെന്നാണ് പറയുന്നത്. ദെൻ വിഷനൊക്കെ നോർമലായിരിക്കണം. നമുക്ക് ഈ പറയുന്ന ഒരുപാട് ഈ പറയുന്ന എന്താ പറയുക കാഴ്ചക്കുറവൊന്നും ഉള്ളവർക്കൊന്നും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഫിസിക്കലി നമ്മൾ ഫിറ്റ് ആയിരിക്കണം എന്നുള്ള കണ്ടീഷനാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് നമുക്ക് അപേക്ഷ അയക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതിലേക്ക് അപേക്ഷ നമുക്ക് ഫീയോ കാര്യങ്ങളൊന്നുമില്ല, ഫ്രീ ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിൽ നമുക്കൊരു അപേക്ഷ ഫോം ഉണ്ട്. ആ അപേക്ഷ ഫോം നമ്മൾ എന്ത് ചെയ്യണം, പ്രിൻ്റ് എടുക്കണം. ആ അപേക്ഷ ഫോം ഞാൻ കാണിക്കുക. ഇതാണ് അപേക്ഷ ഫോം. ഇതാണ് അപേക്ഷ ഫോം. ഇത് നമ്മൾ എന്ത് ചെയ്യുക, പ്രിൻ്റ് എടുക്കുക. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കട്ടെ. അത് പ്രിൻ്റ് എടുക്കുക, എന്നിട്ട് ഇതിൽ ഫോട്ടോ ഒട്ടിക്കുക. ഇതിൽ നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. ചെറിയ ഒറ്റ പേജുള്ള ഒരു ഫോമാണ്. അപ്പോൾ ഇതിൽ നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് ഒക്കെ നല്ല ക്യാപിറ്റൽ ലെറ്റർ തന്നെ യൂസ് ചെയ്ത് കംപ്ലീറ്റ് നിങ്ങളത് ഫില്ല് ചെയ്യുക. ഓക്കെ, മെയിൽ ID ചെയ്താൽ, ഫോൺ നമ്പർ ചെയ്താൽ, ഈ മെയിൽ ID യിലായിരിക്കും നമ്മുടെ എന്താ പറയുക ഈ പറയുന്ന ഇതിൻ്റെ മറ്റു
കമ്മ്യൂണിക്കേഷനൊക്കെ നമ്മളെ ഇൻഫോം ചെയ്യുന്നത് നമ്മുടെ ഈ കൊടുക്കുന്ന മെയിൽ ഐ ഡിയിലൂടെ ആയിരിക്കും. അപ്പോൾ കറക്റ്റായിട്ട് കൊടുക്കണേ മെയിൽ ഐ ഡി. പിന്നെ ഇവിടെ നിങ്ങൾക്ക് എന്താണ് EPF-ൻ്റെ ഒക്കെ നമ്പർ കാര്യങ്ങളാണ്. അത് നമ്മൾ ഇവിടെ നമുക്ക് NA എന്ന് എഴുതിയാൽ മതി, നോട്ട് അപ്ലിക്കബിൾ എന്ന് എഴുതിയാൽ മതി. ESIൻ്റെ ഇവിടെ നിങ്ങൾക്ക് NA എന്ന് എഴുതിയാൽ മതി. ഇനി മുൻപ് നിങ്ങൾക്ക് ESIയിലൊക്കെ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതായത് കമ്പനിയിൽ വർക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ നമ്പർ ഉണ്ട് അവിടെ കൊടുക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് NA എന്ന് എഴുതിയാൽ മതി. പിന്നെ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്താണ്, ഏതാണ് നിങ്ങൾ പഠിച്ചത് വെച്ചാൽ അതിൻ്റെ കാര്യങ്ങൾ ഇവിടെ സ്റ്റഡി പീരീഡും പാസിങ് ഇയറും ഒക്കെ ഇവിടെ കൊടുത്താൽ മതി. പിന്നെ ഇവിടെ നിങ്ങളുടെ പേര് എഴുതുക, പ്ലേസ് എഴുതുക, ഡേറ്റ് എഴുതുക, സിഗ്നേച്ചർ. ഓക്കെ, ഇത് നിങ്ങൾ ഫില്ല് ചെയ്യാണ് ആദ്യം ചെയ്യേണ്ടത്. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്കൊരു ഓൺലൈൻ ഫോം ഉണ്ടാവും. ആ ഓൺലൈൻ ഫോം ഞാൻ കാണിക്കാം. 2 രീതിയിൽ നമ്മൾ ചെയ്യാണ്ടാവും കേട്ടോ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇതാണ് ഓൺലൈൻ ഫോം. ഈ ഓൺലൈൻ ഫോമിൻ്റെ ലിങ്കൊക്കെ ഞാൻ തരാം, ഓൺലൈൻ ഫോമിൻ്റെ ലിങ്ക് തരാം. അതോടൊപ്പം തന്നെ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന നമ്മുടെ ഓഫ്ലൈൻ ഫോം ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് തരാം, എല്ലാ ലിങ്കും തരും കേട്ടോ. അപ്പോൾ ഓൺലൈൻ ഫോമിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ആയിരിക്കും. ഇതാണ് ഒരു ഗൂഗിൾ ഫോമാണ്. ഇവിടെ നിങ്ങളുടെ മെയിൽ ഐ ഡി കൊടുക്കുക, നിങ്ങളുടെ പേര് കൊടുക്കുക. ഓക്കെ, ജസ്റ്റ് ഞാൻ ചെയ്തിട്ട് നെക്സ്റ്റ് കാണിക്കാം. അപ്പോൾ അവിടെ ഏത് പോസ്റ്റിന് അപ്ലൈ എന്ന് വെച്ചാൽ ഹെൽപ്പർ എന്നുള്ളത് കൊടുക്കുക. അപ്പം ഈ 3 കാര്യം കൊടുത്ത് ഇവിടെ നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ കാണാം, അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് പിന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇങ്ങനെയുള്ള നമുക്ക് ഏകദേശം കുറച്ച് കാര്യങ്ങൾ ഇതിൽ ഫില്ല് ചെയ്യാനുണ്ട്. കാറ്റഗറി, ജെൻഡർ ഇതൊക്കെ കൊടുക്കുക. ഞാനിപ്പോൾ ജനറൽ വെച്ചിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. മെയിൽ എന്ന് കൊടുക്കുന്നു, നെക്സ്റ്റ് എന്ന് കൊടുക്കുന്നു കേട്ടോ. ഓക്കെ, PWBD ആണോന്ന്, PWBD കാൻഡിഡേറ്റ്സിന് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല, കാരണം ഇതിൽ നിശ്ചയമായുള്ള പോസ്റ്റ് ആയതുകൊണ്ട്. അപ്പോൾ നമ്മൾ നോ നെക്സ്റ്റ് കൊടുക്കുക, നോ കൊടുത്തിട്ട് എക്സ് സർവീസ്മാൻ ആണോ എന്നാണ് നോ കൊടുക്കുക, ആണെങ്കിൽ യെസ് എന്ന് കൊടുക്കുക കേട്ടോ. നെക്സ്റ്റ് കൊടുക്കുക. പിന്നെ ഫാദറിൻ്റെ പേര്, മദറിൻ്റെ പേര്, ആധാർ കാർഡിൻ്റെ നമ്പർ. ഓക്കെ, നമ്മൾ കേരളത്തിൽ താമസിക്കുന്നവരാണോ എന്നാണ് യെസ് എന്ന് കൊടുക്കുക. ഓക്കെ, ഇവിടെ യെസ് എന്ന് കൊടുക്കുക, എന്നിട്ട് നെക്സ്റ്റ് എന്ന് കൊടുക്കുക. പിന്നെ നിങ്ങളെ ഫുൾ അഡ്രസ്സ് കൊടുക്കുക, പോസ്റ്റ് ഓഫീസ് കൊടുക്കുക, പിൻകോഡ് കൊടുക്കുക, ഫോൺ നമ്പർ കൊടുക്കുക, വേറെ ഒരു ഫോൺ നമ്പർ കൂടെ ഇവിടെ കൊടുക്കണം, 2 നമ്പർ കൂടെ കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് അടിക്കുക. അങ്ങനെ നെക്സ്റ്റ് അടിക്കുന്ന സമയത്ത് നമ്മൾ 7ാം ക്ലാസ് പാസ്സായിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. യെസ് എന്ന് കൊടുക്കുക, നെക്സ്റ്റ് കൊടുക്കുക. എന്നിട്ട് പിന്നീട് നമ്മൾ 165 സെൻറ്റിമീറ്റർ നമ്മൾ ഹൈറ്റ് ഉണ്ടോ എന്നുള്ളതാണ്, യെസ് എന്ന് കൊടുക്കുക, നെക്സ്റ്റ് അടിക്കുക. ഇന്ന് നമ്മൾ 56 kg മിനിമം ഉണ്ടോ എന്നാണ്, യെസ് കൊടുക്കുക, നെക്സ്റ്റ് കൊടുക്കുക. ചെസ്റ്റ് എക്സ്പാൻഷൻ 5.5 സെൻറ്റിമീറ്റർ ഉണ്ടാവും എന്നുള്ളതാണ്, ജസ്റ്റ് നമ്മൾ യെസ് കൊടുക്കുക, നെക്സ്റ്റ് കൊടുക്കുക. നോർമൽ വിഷൻ ഉള്ളവരാണെന്ന് നോക്കിയിട്ട് യെസ് കൊടുക്കുക, നെക്സ്റ്റ് അടിക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം ലാസ്റ്റ് ഭാഗമാണ്, ഇവിടെ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യലാണ്. ഈ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യുക എന്ന് പറയുന്നത് ഇവിടെ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കുക. ഏത് ഡോക്യുമെൻറ്റ്സ് ആണ് നമ്മളിവിടെ അപ്ലോഡ് ചെയ്യേണ്ടത് വെച്ചാൽ ഇതാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെ നിങ്ങൾ ഈ പറയുന്ന അപേക്ഷാ ഫോം നമ്മൾ പ്രിൻ്റ് എടുത്തിട്ട് ഫോട്ടോ ഒട്ടിക്കുക, നിങ്ങൾ കംപ്ലീറ്റ് ഇത് ഫില്ല് ചെയ്യുക. ഓക്കെ, സൈൻ ചെയ്യുക. എന്നിട്ട് ഇത് എന്ത് ചെയ്യുക, നിങ്ങൾ സ്കാൻ ചെയ്യുക. ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം സ്കാൻ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, PDF ഫയലാക്കിയിട്ട് ഇവിടെ ആഡ് ഫയൽ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിലേക്ക് അപ്ലോഡ് ചെയ്യണം. ഓക്കെ, ഇതിലേക്ക് അപ്ലോഡ് ചെയ്യണം. ഓക്കെ, എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് എന്ന് കൊടുക്കുക. എന്നിട്ട് ഡിക്ലറേഷൻ കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അത് സബ്മിറ്റ് കൊടുക്കലാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ സബ്മിറ്റ് ചെയ്ത് കാണിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു ഫോം ഉണ്ടല്ലോ, അപേക്ഷാ ഫോം, ഇത് നിങ്ങൾ മാനുവലായിട്ട് ഫില്ല് ചെയ്യണം, ഫോട്ടോ കൊട്ടിച്ച് ഫില്ല് ചെയ്യണം. ഇവിടെ കംപ്ലീറ്റ് ഫില്ല് ചെയ്ത് സിഗ്നേച്ചറൊക്കെ ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് സ്കാൻ ചെയ്യുക, വീണ്ടും ഇത് PDF ആക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങളിതിൽ അപ്ലോഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കാര്യം. അത് മാത്രമല്ല, ഇനി നിങ്ങൾ എന്ത് ചെയ്യണം, മറ്റൊരു കാര്യം പാട് ചെയ്യണം. ഈ നമ്മുടെ ഒറിജിനൽ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ഫോം അപ്പോഴും നമ്മുടെ കൈവശം ഉണ്ടാവും. ഏത്, ഈ ആപ്ലിക്കേഷൻ ഫോം അപ്പോഴും നമ്മുടെ കൈവശം ഉണ്ടാവും അല്ലേ. ഈ നമ്മൾ ഫില്ല് ചെയ്ത അപേക്ഷാ ഫോം നമ്മുടെ കൈവശം ഉണ്ടാവും. അത് നമ്മൾ പോസ്റ്റലായിട്ട് സെൻഡ് ചെയ്ത് കൊടുക്കുകയും വേണം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇതിൻ്റെ കംപ്ലീറ്റ് പ്രോസസ്സ് ആവുകയുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അത് സെൽഫ് അറ്റസ്റ്റ് ചെയ്ത എല്ലാ ഡോക്യുമെൻറ്റ്സും അതിൻ്റെ കൂടെ വെക്കണം. അപ്പോൾ നമ്മുടെ അപേക്ഷാ ഫോം നമ്മൾ ഫില്ല് ചെയ്ത നമ്മൾ ഫോട്ടോ ഒട്ടിച്ച അപേക്ഷാ ഫോം പ്ലസ് അതിൻ്റെ കൂടെ എന്ത് ചെയ്യണം, ഈ പറയുന്ന സെൽഫ് അറ്റസ്റ്റഡ് ആയുള്ള നമ്മുടെ SSLC സർട്ടിഫിക്കറ്റോ അതായത് നമ്മുടെ ഏജ് പ്രൂഫിന് വേണ്ടിയിട്ട്, പിന്നെ അതല്ല നമുക്ക് ഈ പറയുന്ന മറ്റു എന്താ പറയുക എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ പ്രൂഫ് 7ാം ക്ലാസ് പാസ്സായി എന്നുള്ളതിൻ്റെ, പിന്നെ എക്സ് സർവീസ്മാൻ, അതുപോലെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ പ്രൂഫിന് വേണ്ടി സെൽഫ് അറ്റസ്റ്റ് ചെയ്ത സർട്ടിഫിക്കറ്റ് വെക്കുക. പിന്നെ നമ്മൾ OBC നോൺ ക്രിമിനൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവരെന്ത് ചെയ്യുക, അവർ OBC സെൽഫ് ഡിക്ലറേഷൻ വെക്കണം. അതായത് OBCൻ്റെ സെൽഫ് ഡിക്ലറേഷൻ ഇതാണ്. ഇത് നിങ്ങൾ എന്ത് ചെയ്യുന്നതിൻ്റെ ലിങ്ക് ഞാൻ തരാം. അപ്പോൾ ഇത് നിങ്ങൾ പ്രിൻ്റ് എടുത്തിട്ട് എന്ത് ചെയ്യണം, ഇതിൽ നിങ്ങൾ ഫില്ല് ചെയ്തിട്ട് ഇതും എന്ത് ചെയ്യും, അതിൻ്റെ കൂടെ നിങ്ങൾ അയച്ചു കൊടുക്കണം. ഓക്കെ, എന്നിട്ട് നിങ്ങൾക്ക് സ്പീഡ് പോസ്റ്റ് ആയിട്ടും അയക്കാം. പിന്നെ ആധാർ കാർഡും പാടും കേട്ടോ. ആധാർ കാർഡ് ഫോട്ടോ സ്റ്റാറ്റ് എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ട് വെക്കാം. ഇത് നമ്മൾ സ്പീഡ് പോസ്റ്റ് ആയിട്ട് അയക്കാം, രജിസ്റ്റേർഡ് പോസ്റ്റ് ആയിട്ട് അയക്കാം. ഫുൾ അഡ്രസ്സ് നമ്മുടെ കൊടുത്തിട്ടുണ്ട്. ഈ പിങ്ക് കളറിൽ DGM തുടങ്ങിയിട്ട് നിങ്ങൾക്ക് പിൻകോഡ് കാണാം 68351. ഈ ഒരു അഡ്രസ്സിലേക്കാണ് നമ്മൾ അയച്ചു കൊടുക്കേണ്ടത്. അതിൻ്റെ ഡേറ്റൊക്കെ ഞാൻ പറയാം. അപ്പോൾ നമ്മൾ അയച്ചു കൊടുക്കുന്ന എൻവലപ്പ് ഉണ്ടല്ലോ, നമ്മുടെ ഈ പറയുന്ന പോസ്റ്റിലായിട്ട് നമ്മൾ അയച്ചു കൊടുക്കുന്ന കവർ ഉണ്ടല്ലോ, ആ കവറിൻ്റെ മുകളിൽ നമ്മൾ എഴുതേണ്ട വാചകമാണ് അപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് ഹെൽപ്പർ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, നോട്ടിഫിക്കേഷൻ നമ്പർ വരെ. ഈ ഒരു ഗ്രീൻ കളറിൽ, ഏകദേശം ഒരു ഗ്രീൻ കളറിൽ ഇവിടെ കൊടുത്തിരിക്കുന്നത്, ഞാനിവിടെ മാർക്ക് ചെയ്തിരിക്കുന്ന കംപ്ലീറ്റ് ഈ നമ്മുടെ
എൻവലപ്പിൻ്റെ മുകളിൽ എഴുതണം നിങ്ങൾ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡേറ്റ് കാര്യങ്ങളൂടെ പറയുന്നുണ്ട്. അപ്പോൾ ഒന്നാമത്തെ കാര്യം നമ്മൾ എന്ത് ചെയ്യണം, ഓൺലൈൻ ഫോം ഫില്ല് ചെയ്ത് അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. അതിനുള്ള ലാസ്റ്റ് ഡേറ്റ് 19/3/2024 4 മണി വരെ കേട്ടോ, ഈവനിങ്. ഓക്കെ, 19/3/2024 മാർച്ച് 19 സമയം. സ്റ്റേജ് 2 എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫില്ല് ചെയ്ത് നമ്മൾ ഈ പറയുന്ന പ്രിൻ്റ് എടുത്ത് നമ്മൾ മാനുവലി ഫില്ല് ചെയ്ത ആപ്ലിക്കേഷൻ ഫോം ഉണ്ടല്ലോ, അത് നമ്മൾ സ്പീഡ് പോസ്റ്റ് അല്ലെങ്കിൽ രജിസ്റ്റേർഡ് പോസ്റ്റായിട്ട് അയച്ചു കൊടുക്കേണ്ട അവസാന തീയതി മാർച്ച് 30 വരെ സമയമുണ്ട്, അതിൻ്റെ ഉള്ളിൽ അയച്ചു കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ പ്രൊസീജിയർ വരുന്നത്. ഓക്കെ, പിന്നെ നമ്മുടെ ഇമെയിൽ ഐ ഡിയിലേക്കായിരിക്കും വരെ ഈ പറയുന്ന മെസ്സേജ് കാര്യങ്ങളൊക്കെ നമ്മൾ അറിയിക്കുന്നത് ഇതിൻ്റെ സെലക്ഷനുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഇതിന് ആവശ്യമായിട്ടുള്ള എല്ലാ ലിങ്കുകളും നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ഉണ്ടായിരിക്കും. ഡിസ്ക്രിപ്ഷൻ നിങ്ങൾ ചെക്ക് ചെയ്യുക. മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.